हरि ओं ब्रह्माणां शूलपाणिं हरिममरपतिं भास्करं स्कन्दमिन्दुं विघ्नं वह्निधनेशं वरुणमभिमयं धर्ममार्यान् फणीन्द्रं देवान् देवी समेदान् सकलमुनिभृतगो पक्षिनक्षत्रयक्षान् त्रैलोक्यस्थान् समस्तान् सकलपरिवृडान् സർവഭൂതൈ നമാമി. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 1 നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം തന്നെ ഇന്ന് രാമായണ മാസം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിലൊക്കെ പല ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഈ പുരാണങ്ങളൊക്കെ വായിക്കുന്നത്? കഥ മനസ്സിലാക്കിയ പോരെയെന്ന്. എന്നാൽ പുരാണങ്ങൾ വായിക്കാനുള്ളതല്ല, പാരായണം ചെയ്യുവാനുള്ളതാണെന്നാണ് പറയുക. പാരായണം ചെയ്യുക എന്നാൽ വായിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. വാക്കുകളുടെയും വരികളുടെയും അർത്ഥം അറിഞ്ഞു വായിക്കുക എന്നതുമല്ല. പുരാണങ്ങളിലെ വരികളുടെ ഉള്ളിലെ പ്രതീകാത്മകമായ അർത്ഥം, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അർത്ഥം അറിഞ്ഞ് വായിക്കുക എന്നുള്ളതാണ്. ആ പ്രതീകങ്ങളിലൂടെ പുരാണം ആരാണോ രചിച്ചിരിക്കുന്നത് അവർ പറയാൻ ശ്രമിക്കുന്ന സാധനാശാസ്ത്രം, നമ്മൾ ജീവിക്കേണ്ട രീതി, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ മനനം ചെയ്യണം. എന്നിട്ട് ആ പാഠങ്ങളെ ഉൾക്കൊള്ളണം, അവ ജീവിതത്തിൽ പ്രയോഗിക്കണം. ഇത്തരത്തിൽ സാധനയുടെ പാതയിൽ മുന്നോട്ട് പോകാൻ സാധനയെ സഹായിക്കുന്ന ഒരു സാധനാ സങ്കേതമാണ് പുരാണ പാരായണങ്ങൾ. അങ്ങനെ നോക്കിയാൽ ഈ രാമായണ മാസത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലെ, ദേവസ്ഥാനങ്ങളിലെ, വലിയ വീടുകളിൽ, എല്ലാ വീടുകളിലും മറ്റും നടക്കുന്നത് പുരാണ വായനയാണ്, പാരായണം അല്ല. അതുകൊണ്ട് തന്നെ ഒരു ആചാരത്തിനപ്പുറം അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടെന്ന് ഉള്ളവന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. രാമായണം പ്രതീകാത്മകമായ ഒരു ഗ്രന്ഥമാണോ? ഒരു പുരാണ കഥ മാത്രമല്ലേ? പലരും ചോദിക്കണം. എല്ലാവരിലും ഉണ്ട്, ഉള്ളവരിലും ഉണ്ടായിരുന്ന ഒരു സംശയമാണത്. രാമായണം എന്നത് പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു വിശിഷ്ട ഗ്രന്ഥമാണ്. അതുല്യമായ ആ ഗ്രന്ഥത്തിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രതീകാത്മകങ്ങളാണ്. ഓരോ പ്രതീകമാണ്. ആ പ്രതീകങ്ങളുടെ രഹസ്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞാലേ രാമായണം ശരിക്ക് നമുക്ക് മനസ്സിലായി എന്ന് പറയാൻ പറ്റുള്ളൂ. ആധ്യാത്മിക സാധനയിലൂടെ ബ്രഹ്മജ്ഞാനത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധകനും, അതുപോലെ ഇവിടെ ഞാൻ പലപ്പോഴും സാധകൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. സാധന എന്ന് പറയുന്നത് കർമ്മം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലാണോ നമുക്ക് നമ്മുടെ ജീവിതം ലക്ഷ്യമുള്ളത്, ആ കർമ്മത്തെ തന്നെയാണ് ഞാൻ സാധന എന്ന് ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മിക സാധനയിലൂടെ ബ്രഹ്മജ്ഞാനത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധകനും ഒരു ഗുരുവും വഴികാട്ടിയും കൂടിയാണ് ഈ ഗ്രന്ഥം. ഒരു സാധകൻ എങ്ങനെ തൻ്റെ പാതയിൽ അധപ്പതിക്കുന്നുവെന്ന് അത് പറഞ്ഞു തരുന്നുണ്ട്. ആ തകർച്ചയിൽ നിന്ന് എങ്ങനെ സാധകന് കരയേറാം അതും പറയുന്നുണ്ട്. സാധനയിൽ മുന്നോട്ട് പോകുമ്പോൾ സാധകൻ്റെ മുന്നിൽ വരുന്ന വിഘ്നങ്ങൾ എന്തെല്ലാമാണ്, ആ വിഘ്നങ്ങളെ ഒരു സാധകൻ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് വേണ്ട ഒരു സാധനാശാസ്ത്രത്തിൽ ആവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഈ രാമായണത്തിലുണ്ട്. ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ സമ്പൂർണ്ണ വഴികാട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് രാമായണത്തെ വിശേഷിപ്പിക്കാം. ഇത്തരത്തിൽ ഒരു പ്രായോഗിക സാധന ജീവിതത്തെ സഹായിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഇന്ന് ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ശ്രീരാമൻ, സീത, ദശരഥ പത്നിമാർ, ഹനുമാൻ, ശ്രീരാമ സഹോദരന്മാർ, രാവണൻ, കുംഭകർണൻ തുടങ്ങി ചിറകെട്ടാൻ സഹായിക്കുന്ന അണ്ണാറക്കണ്ണൻ വരെ ഈ ജീവിതത്തിലുള്ള ഓരോ പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി രാമായണം പാരായണം ചെയ്യുന്ന ഒരുവന്
രാമായണം സാധനാ സായുജ്യമാണ്. അതിൽ ഉപരി ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതുമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം രാമായണം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാം, രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി എന്ന ആധ്യാത്മിക സാഗരമായി മാറിയത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യത്തിന് വിശദമായ ഉത്തരമാണ് രാമായണം. സാധനായാത്രയിൽ യാത്രികന് നേരിടേണ്ടി വരുന്ന വിഷമങ്ങളൊക്കെ കഥകളിലൂടെ, പ്രതീകങ്ങളിലൂടെ വാൽമീകി നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ സാധനായാത്രയിൽ വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഗ്രന്ഥമായി രാമായണം മാറിയതും അതുകൊണ്ടാണ്. മറ്റൊരു രീതിയിൽ നോക്കിയാൽ വാൽമീകി തൻ്റെ ആത്മകഥയിലൂടെ തന്നെ പിന്തുടർന്നു വരുന്ന സാധകന്മാർക്ക് വഴികാട്ടുകയാണ് ഈ രാമായണത്തിലൂടെ. സനാതനധർമ്മത്തിൻ്റെ സമ്പൂർണ്ണ വഴികാട്ടിയും പ്രായോഗിക ഹിന്ദുമതം എന്ന് ഇപ്പോൾ വാദിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും ഉദാത്തമായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ, പ്രതീകങ്ങളറിഞ്ഞ് രാമായണം പാരായണം ചെയ്തിട്ടുള്ള ഒരു സാധകന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, രാമായണം. നമുക്ക് പറയാം, രാമായണം എന്നത് ശ്രീരാമൻ്റെ യാത്ര അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ജീവിതയാത്ര എന്നതിനേക്കാൾ ഉപരി വാൽമീകിയുടെ ആത്മകഥയാണെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, വാൽമീകി രാമായണമാണ് ആദി രാമായണം. വാൽമീകം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ചിതൽപുറ്റ എന്നാണ്. വെറും ലൗകികനായിരുന്ന രത്നാകരൻ ഇന്ന് മധ്യപ്രദേശിലെ റായ്പൂർ, ഇപ്പോൾ അത് ഛത്തീസ്ഗഡിലാണ് വരുന്നത്, റായ്പൂരിൽ ഭംഗി എന്ന് പറയുന്ന ഭംഗികൾ എന്നാണ് വിളിക്കുക. ഭംഗി എന്ന് പറയുന്ന പറയജാതിയിലാണ് ജനിച്ചിരിക്കുന്നത്. ഒരു പിടിച്ചുപറിക്കാരനും കൊലപാതകമായിരുന്ന രത്നാകരൻ ഒരിക്കൽ അയാൾ ഒരു കൂട്ടം മുനിമാരെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ആ മുനിമാരായോട് ചോദിച്ചു, നീ ചെയ്യുന്നത് കഠിന പാപമാണെന്ന് അറിയോ എന്ന് ചോദിച്ചു. അറിയാം, രത്നാകരൻ പറഞ്ഞു. പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല, ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല, എനിക്ക് എൻ്റെ കുട്ടികളെയും മക്കളെയും പോറ്റാൻ ഈ പിടിച്ചുപറി മാത്രമേ പറ്റൂ എന്നവർ പറഞ്ഞു. അപ്പോൾ മഹർഷിമാർ ചോദിച്ചു, നീ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ഫലം നിൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കുമോ? കാട്ടാളൻ കണ്ണടച്ചിട്ട് പറഞ്ഞു, ഓ പിന്നെന്താ, ഞാൻ അവർക്ക് വേണ്ട ജീവിക്കണം, ഇത്രയും കാലം ചെയ്തു കൂട്ടിയതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്, അപ്പം എനിക്കുള്ള പാപം അവർക്ക് കൂടിയുള്ളതല്ലേ? ഉറപ്പാണോ? ഒന്ന് വീട്ടിലൊന്ന് ചോദിച്ചുകൂടെ? അങ്ങനെ കുടിലിൽ ചെന്ന് ചോദിക്കാൻ വേണ്ടി കാട്ടാളനോട് പറയണം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മാറരുത്, ഞങ്ങൾ വാക്കുകളിൽ ഉറപ്പുള്ളവരാണ്, ഒരിക്കലും മാറില്ലെന്ന് ചെന്ന് ചോദിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അയാൾ വീട്ടിൽ ചെന്നു. എന്തേ ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, കുറേ മുനിമാരെയാണ് കിട്ടിയത്, അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്, ഞാൻ ഇത്രയും കാലം ചെയ്ത പാപങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ ചെയ്ത പാപത്തിനെല്ലാം ഫലം നീയും നിൻ്റെ കുട്ടികളും കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഞങ്ങളെ പോറ്റുക എന്നുള്ളത് ഭർത്താവായ അങ്ങയുടെ കടമയാണ്. അത് ഏത് വഴിക്ക് എങ്ങനെ എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നല്ല വഴിക്കാണെങ്കിൽ അതിൻ്റെ പുണ്യവും, അത് മോശമായ വഴിക്കാണെങ്കിൽ അതിൻ്റെ പാപവും അങ്ങ് മാത്രം അനുഭവിക്കണം. ഞാനോ എൻ്റെ കുട്ടികളോ അത് അനുഭവിക്കില്ല എന്ന് ഭാര്യ പറഞ്ഞു. അതേപോലെ കുട്ടികളും, അച്ഛൻ്റെ കടമയാണ് മക്കളെ പോറ്റുക എന്നുള്ളത്. അത് നല്ല വഴിക്കാണോ മോശം വഴിക്കാണോ എന്നുള്ളതല്ല. അത് മോശം വഴിക്കാണെങ്കിൽ അതിൻ്റെ പാപവും, നല്ല വഴിക്കാണെങ്കിൽ അതിൻ്റെ പുണ്യവും അങ്ങ് തന്നെ ഏൽക്കണമെന്ന് പറഞ്ഞു. രത്നാകരൻ ആകെ കൺഫ്യൂഷനായി. രത്നാകരൻ തിരിച്ച് മുനിമാരുടെ എത്തി. താൻ എത്രമാത്രം തെറ്റായൊരു ജീവിതശൈലിയാണ് ജീവിതത്തിൽ സ്വീകരിച്ചതെന്ന് സത്യം അപ്പോഴാണ് രത്നാകരൻ മനസ്സിലാക്കിയത്. തെറ്റായ മാർഗത്തിലൂടെ മാനം കെട്ട് പണമുണ്ടാക്കിയാൽ തെറ്റൊന്നുമില്ലെന്നും പണമില്ലെങ്കിൽ പിണമെന്നുമൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കി ജീവിത സമര ജാഥയ്ക്ക് നടത്തുന്ന പല ആൾക്കാരുണ്ടാവും, പലരും കാണും. അവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കുറ്റബോധത്തിൻ്റെ ജലപീരങ്കിയുടെ ആഘാതമേറ്റ് നടുങ്ങേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ ആദ്യം നമ്മൾ ഈ രാമായണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കണം. മറ്റുള്ളവരെ ചതിക്കുക,
പറ്റിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തങ്ങൾ പഠിപ്പിച്ചു വലുതാക്കിയ മക്കൾ തങ്ങളെ തള്ളിപ്പറയുന്നത് കേട്ട് നേരിട്ട് കേൾക്കേണ്ട ഗതി വരുമ്പോൾ എത്ര പ്രായോഗിക ബുദ്ധിമാൻ്റെയും അന്ധകരണം രത്നാകരൻ്റെ അന്ധകരണം പോലെ വിലപിക്കും, കരയും. വേണ്ടായിരുന്നു, വാഴ വച്ചാൽ മതിയായിരുന്നു, ഇല്ലേ? തോന്നില്ലേ? തെറ്റുകൾ ചെയ്യാതെ അന്തസ്സായി ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. കുറ്റബോധത്തിൻ്റെ അഗ്നികുണ്ഡത്തിൽ രത്നാകരൻ്റെ അന്ധകരം രംഗം, അതായത് മനസ്സ് കത്തി നീറി. ഇനി എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ആ മുനിമാർ പറഞ്ഞു, ഇനി ഈശ്വരാവതാരവും ശ്രേഷ്ഠനുമായ ശ്രീരാമചന്ദ്രനെ ഭക്തിപൂർവം ധ്യാനിക്കുക, രാമനാമം ജപിക്കുക. ഇതായിരുന്നു മഹർഷിമാരുടെ ഉത്തരം. രത്നാകരൻ രാമനാമം പെട്ടെന്ന് ഉരുവിടാൻ പറ്റില്ല. അപ്പോൾ 2 മരങ്ങളുടെ ഇടയിൽ നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് രാമ എന്ന് അങ്ങനെ ഉണ്ട്, ഇറങ്ങാൻ വയ്യ, വരുന്നില്ല, ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ മര ഈ മര, ആ മര ഈ മര, ആ മര, ആ മര, ആ മര, ആ മര എന്നായി എന്നാണ് നമ്മുടെ ഇത് പറയുന്നത്. അതിൽ രാ എന്ന വാക്ക്, രാമനിലെ രാ, ഇത് ഇരുട്ടാണ്, തമസ്, ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ മാ എന്ന പദം ചേരുമ്പോൾ ഇരുട്ടിനെ അകറ്റൂ എന്ന അർത്ഥം ഉണ്ടാകുന്നു. ഒരുവൻ രാമ രാമ എന്ന് ജപിക്കുമ്പോൾ ഉള്ളിലെ അജ്ഞാതമാകുന്ന ഇരുട്ട് മാറട്ടെ, ആ ഇരുട്ട് മാറി ജ്ഞാനമാകുന്ന പ്രകാശം വരട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാമ എന്ന് ശരിക്കും ഉച്ചരിക്കാൻ രത്നാകരന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 2 മരങ്ങളുടെ ഇടയിൽ അയാൾ ഇരുത്തിയിട്ട് ആ മര ഈ മര എന്ന് ജപിക്കാൻ മഹർഷിമാർ നിർദ്ദേശിച്ചെന്നും അങ്ങനെ ജപിച്ച് രാമരാമ എന്നായിരുന്നു എന്നും കഥ പറയുന്നു. ഈശ്വരനും താനും രണ്ടാണെന്ന മിഥ്യാബോധത്തിൻ്റെ അവസാനം കുറിക്കുന്ന ഞാനും ഈശ്വരനും ഒന്നാണെന്ന സത്യത്തിൻ്റെ ഉദയത്തെയാണ് ഈ പ്രതീകങ്ങളിലൂടെ ഗ്രന്ഥകാരൻ, അതായത് വാത്മീകി, നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത്. ഒന്നായെന്ന് എന്നിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽബത മിണ്ടാവതല്ല മമ എന്ന എഴുത്തച്ഛൻ്റെ വരികളും ഓർക്കുക. തീവ്രവൈരാഗ്യത്തെ കൂടി ആ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യുമ്പോൾ ഉള്ളിലെ മനോമയ കോശത്തിലെ ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം സ്വയം തുറക്കും. ഇന്ന് ആധുനിക കമ്പ്യൂട്ടർ ഭാഷയിലൊക്കെ നമ്മൾ പറയും, രാമ എന്ന പാസ്വേഡ് കൊണ്ട് സബ് കോൺഷ്യസ് എന്ന ഹാർഡ് ഡിസ്കിൽ അറിവ് എന്ന ഫയൽ തുറക്കുന്നു. If your hard disk is blocked, you can open it with a unique password that is known as Rama. മന്ത്രങ്ങളെല്ലാം മനസ്സിൻ്റെ പാസ്വേഡുകളാണ്. അവ ഉപയോഗിച്ച് മനസ്സിൻ്റെ തുറക്കാത്ത വാതിലുകൾ മഹർഷിമാർ തുറന്ന സിദ്ധന്മാരായി. ഇതാണ് മന്ത്രശാസ്ത്രത്തിൻ്റെ രഹസ്യം. മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ചാവിയാണ്. തപസ്സനുഷ്ഠിക്കുന്ന രത്നാകരൻ്റെ ചുറ്റും പൊതിഞ്ഞു നിന്ന വാൽമീകത്തെ പൊളിച്ച് ജ്ഞാനിയായ വാൽമീകി ഒടുവിൽ പുറത്തേക്ക് വന്നു. ആ വാൽമീകം മതാനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രതീകമാണ്. മതത്തിൻ്റെ ചട്ടക്കൂടുകളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. സാധനയുടെ ആദ്യകാലങ്ങളിൽ നമ്മൾ എന്തോ ഒരു കാര്യത്തിന് പുറപ്പെട്ടാലും ആ കാര്യം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചിട്ടയോടെ വേണം. ചിട്ട, അനുശാസനം, അതാണ് ഈ ചിതൽപുറ്റ്. അത് ചിതൽപുറ്റ് നമുക്ക് ചുറ്റും നിന്ന് സംരക്ഷിക്കുന്നു. നമ്മുടെ ചട്ടക്കൂടിൽ, ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതിനെ കാണിക്കുന്നതാണ് ആ ചിതൽപുറ്റ്. സാധനയുടെ, അതായത് എന്തൊരു ജോലിയുടെയും ശൈവകാലത്ത് അത് തന്നെ. പക്ഷേ ആധ്യാത്മികതയുടെ സുവർണ വെളിച്ചമുള്ളിലേക്ക് തെളിയുമ്പോൾ സാധകൻ ആ വാത്മീകം, അതായത് ആ പുറ്റുകളുടെ മതിൽക്കെട്ടുകളെല്ലാം തന്നെ തട്ടിത്തകർത്ത് പുറത്തു വരണം. അപ്പോഴേ അയാൾ ശരിയായ അല്ലെങ്കിൽ ഒരു ഉൾബോധത്തിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, വളരെ ചിട്ടയോടെ ജീവിച്ച വലിയ വലിയ വ്യക്തികളെല്ലാം തന്നെ അവരുടെ ഉന്നത പദവിയിലെത്തുമ്പോൾ എത്ര എളിമയുള്ളതും എത്ര
വളരെ നമുക്ക് തോന്നും വളരെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്നത് വേണം. അതാണത് സത്യം. വേറൊന്നും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഇവിടെ ആധ്യാത്മിക ജീവിതത്തെപ്പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് അയ്യോ ഇതെന്താ ഇങ്ങനെ, ആധ്യാത്മികമായി ചിന്തിക്കേ വേണ്ട. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചട്ടക്കൂട് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യനിഷ്ഠ, ആത്മനിയന്ത്രണം, ഡിസിപ്ലിൻ. ഇതിലോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു തലത്തിലേക്ക് എത്തും. അപ്പോൾ ആ ഡിസിപ്ലിൻ എല്ലാം മാറി ഓട്ടോമാറ്റിക് മാറും, പൊളിഞ്ഞു മാറും. എല്ലാവരും നിങ്ങളിലേക്ക് ആകർഷണമായി വരും. പിറന്ന മതത്തിൻ്റെ വാൽമീകം പൊട്ടിച്ച് പുറത്തു വരാത്ത ഒരു അവതാരവും പ്രവാചകനും ദൈവപുത്രനും ലോകത്തില്ല എന്ന സത്യം ഇതോടെ നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലൊരു ഗുരുവിനെ ഇത്തരത്തിലൊരു ഗ്രന്ഥം എഴുതാനും കഴിയും. അതാണ് രാമായണം. സാധനയിലൂടെ ആധ്യാത്മികതയുടെ ഹിമാലയ ശൃംഗം കീഴടക്കിയ വാൽമീകിയോട് സാധകന്മാർക്ക് വഴികാട്ടിയായി എന്നെന്നും നിലനിൽക്കുന്ന ഒരു മഹത് ഗ്രന്ഥം രചിക്കാൻ ബ്രഹ്മദേവൻ ആവശ്യപ്പെടുന്നു. അതിനായി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ ജീവിതത്തെ കഥാതന്തുവായി സ്വീകരിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനുവേണ്ടിയുള്ള കാവ്യസിദ്ധിയും അദ്ദേഹം വാൽമീകിക്ക് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ വാൽമീകി മഹർഷി രാമായണം എഴുതിയെന്ന് പറയുന്നു. ആ അതിവിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറ്റൊരു സത്യവും ബോധ്യമാകും. സത്യത്തിൽ രാമായണം ശ്രീരാമൻ്റെ കഥ മാത്രമല്ല, വാൽമീകി എന്ന സാധകൻ്റെ ആത്മകഥ കൂടിയാണ്. വെറും ഒരു കൊള്ളക്കാരനും കൊലപാതകിയുമായിരുന്ന രത്നാകരൻ ആർദ്രതയുടെയും ആധ്യാത്മിക വിജ്ഞാനത്തിൻ്റെയും കവിത്വത്തിൻ്റെയും അവതാരമായ വാൽമീകിയായി മാറിയ വഴിയിലെ സംഭവങ്ങൾ ഓരോന്നായി കോർത്തിണക്കി സൃഷ്ടിച്ച അതുല്യവും അനിതര സാധാരണവും അത്യത്ഭുതകരവുമായ ഒരു സാധനാ ഗ്രന്ഥം. അതാണ് രാമായണം. അത് രത്നാകരൻ എന്ന വാൽമീകിയുടെ സാധന നാൾ വഴി പുസ്തകം കൂടിയാണ്. രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകിയായി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാധനയിലുണ്ടായ നാൾ വഴി പുസ്തകം എന്ന് നമുക്ക് പറയാം.